നെഗറ്റീവായിട്ടുള്ള ഒരു അമ്മ, ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൈഫ് RH നെഗറ്റീവും ഹസ്ബൻഡ് RH പോസിറ്റീവും ആകുമ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞ് RH പോസിറ്റീവ് ആണെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെയും അച്ഛൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് നോക്കി കൺഫേം ചെയ്യുക. അതിനോടുകൂടെ തന്നെ ICT ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്യുക. ICT നെഗറ്റീവ് ആണെന്ന് കാണുകയാണെങ്കിൽ 28 വീക്സിലും 30 to 34 വീക്സിലും ഇഞ്ചക്ഷൻ ANTI-D അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണ്. ICT പോസിറ്റീവ് ആണെങ്കിൽ ഓൾറെഡി ഇമ്മ്യൂണാണ്, അതിൻ്റെ ആവശ്യമില്ല. എന്താണ് ഈ കേസ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, RH നെഗറ്റീവായിട്ടുള്ള ഒരു അമ്മ RH പോസിറ്റീവായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഗർഭാശയത്തിൽ വഹിക്കുമ്പോൾ RH പോസിറ്റീവായിട്ടുള്ള ബ്ലഡ്, ആ കുഞ്ഞിൻ്റെ ബ്ലഡ് അമ്മയിലേക്ക് കടന്നിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാകാം. ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടായിട്ട് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ബേബിയെ ഇത് അഫക്റ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ രണ്ടാമത്തെ പ്രഗ്നൻസി ആകുമ്പോഴേക്കും ഈ റിയാക്ഷൻ വന്നിട്ട് ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് RH നെഗറ്റീവായിട്ടുള്ളൊരു അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്ത്, ഹസ്ബൻഡ് നെഗറ്റീവ് ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും നെഗറ്റീവാണ്. പക്ഷേ അമ്മ നെഗറ്റീവും ഹസ്ബൻഡ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അമ്മ നെഗറ്റീവ്, പലരും ചോദിക്കാറുണ്ട്, അമ്മ നെഗറ്റീവാണ് ഹസ്ബൻഡ് പോസിറ്റീവ്. ഒന്നും പേടിക്കാനില്ല. അമ്മ നെഗറ്റീവ് ഹസ്ബൻഡ് പോസിറ്റീവ്, ഈ കേസിൽ മാത്രമേ ഉള്ളൂ. അതിന് ഇപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വന്നിട്ട് കുഞ്ഞിന് ICT ടൈറ്റർ പോസിറ്റീവ് ആകാം. 1 in 4 ടൈറ്റർ, 1 in 6, 1 in 16 ലൈക്ക് ദാറ്റ്. അങ്ങനെ ടൈറ്റർ പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്ത് നിയോനെറ്റോളജി യൂണിറ്റുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഈവൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ വരെ കുഞ്ഞിന് വരാം. അമ്മയ്ക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നും വരാറില്ല RH നെഗറ്റീവ്. പക്ഷേ പ്രശ്നം വരുന്നത് ഡെലിവറി കഴിഞ്ഞ് ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ബ്ലഡ് ഓടിപ്പോയി അന്വേഷിച്ചാൽ ബ്ലഡ് കിട്ടാനില്ല. അതുകൊണ്ട് RH നെഗറ്റീവ് ആയിട്ട് നമ്മൾ ബ്ലഡ് കൊണ്ടുവന്ന് ഡെലിവറി സമയത്ത് കരുതിയിരിക്കണം. നേരത്തെ തന്നെ ഗ്രൂപ്പ് ചെക്ക് ചെയ്ത് കിട്ടാൻ പ്രയാസമുള്ളൊരു ബ്ലഡ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഗ്രൂപ്പ് നമ്മൾ കണ്ടുവച്ചിട്ട് വേണം ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാൻ. അപ്പം ഡെലിവറി കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിൻ്റെ ഗ്രൂപ്പ് നോക്കും. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് കുഞ്ഞ് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ ANTI-D 72 ഹവറിന് മുമ്പായിട്ട്, 72 ഹവറിന് വിത്തിൻ 72 ഹവേഴ്സ് 300 മൈക്രോഗ്രാം ഇഞ്ചക്ഷൻ ANTI-D ഇഞ്ചെക്റ്റ് ചെയ്യും. 28 വീക്സിലും 34 വീക്സിലും 150 മൈക്രോഗ്രാം ANTI-D കൊടുക്കാം. അല്ലെങ്കിൽ ഒറ്റ ഡോസായിട്ട് 300 മൈക്രോഗ്രാം ANTI-D കൊടുക്കാം. പണ്ട് നമ്മളിതൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ഒരു ഓർഡറാണ്, ഇങ്ങനെ കൊടുക്കുകയാണ് അമ്മയ്ക്കും കുഞ്ഞിനും സേഫായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആൻറ്റി നെഗറ്റീവ് ഗ്രൂപ്പുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ICT കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബിലിറൂബിൻ നോക്കും, ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്യും. അതെല്ലാം നിയോനെറ്റോളജിസ്റ്റാണ് ചെയ്യുന്നത്, പീഡിയാട്രിഷ്യന്മാരാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ കുഞ്ഞിനെ മാനേജ് ചെയ്യും, ഞങ്ങൾ അമ്മയെ മാനേജ് ചെയ്യും, ഗൈനക്കോളജിസ്റ്റ് അമ്മയെ മാനേജ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് എന്താണെന്ന് അറിയുക. ആ ബ്ലഡ് പ്രസവ സമയത്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ആവശ്യമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം ANTI-D കൊടുത്തോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുക. എന്നാൽ ആരോഗ്യമുള്ളൊരു അമ്മയും ആരോഗ്യമുള്ളൊരു കുഞ്ഞും നെഗറ്റീവ് ഗ്രൂപ്പുകാർക്കും സങ്കേതമില്ല, പേടിക്കാതെ ഒരു നല്ല കുഞ്ഞിനെ നമുക്ക് ലഭിക്കുന്നതാണ്.